ഈ കാണുന്ന വീട് ഗാർഡനൊക്കെ ഒന്ന് കാണണം. ഇത് എടുക്കാം, ഗാർഡൻ എടുക്കാം. ആ മതിലൊന്ന് കയറി എടുക്കാമല്ലോ കേട്ടോ. അതിൽ കയറി ചാടിയാലേ പ്രശ്നമുള്ളൂ, അതിൽ കയറിയ കുഴപ്പമില്ല. ഞാൻ വണ്ടി എടുത്തരാം. ലീഗൽ അപ്രൈസർ എന്ന് അവർ പറയുന്നു. ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ്, 3.5-4 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണിയുടെ സ്ഥിതി എന്താണെന്നില്ല ഈ നാട്ടിലെ ആളുകൾക്കറിയും, അവരുമായി ബന്ധപ്പെട്ടവർക്കറിയും. ഒരു സാധാരണ സ്വർണം പണി ചെയ്തിരുന്ന ഒരു തട്ടാനായ വ്യക്തിയുടെ വീടാണ് നിങ്ങൾ ഈ കാണുന്നത്, കോടികൾ വില മതിക്കുന്നത്. ഇനി ഇതേപോലെ ഇതിന് തൊട്ടടുത്ത് മറ്റൊരു സ്ഥലമുണ്ട്, ടൗണിന്റെ കോഴിക്കോട് മഞ്ചേരി റോഡിൽ, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, കുറുപ്പത്ത്. ഒരു 25 തൊട്ട് 30 സെന്റ് സ്ഥലം വരെ 30-35 ലക്ഷം റുപ്യ സെന്റിന് വിലയാണ്. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം, ഞാൻ പറഞ്ഞതല്ല. അപ്പൊ ഈ കൊണ്ടോട്ടി പരിസരത്ത് 10 കോടിയിലധികം രൂപയുടെ ആസ്തി, ഏകദേശം 12-13 കോടി രൂപയുടെ ആസ്തി ഈ 2-3 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ അതുപോലെ തന്നെ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണ്ണ ബിസിനസ് ദുബായിൽ നടക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടാന്റെ മകളും മരുമകനാണ് ദുബായിൽ ഇത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തുന്ന ഏജൻസികൾ ഈ വീട് ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര ചെറിയ വീടാണല്ലോ, നിങ്ങൾ നോക്കൂ, കണ്ടിട്ടേ ഇല്ല. സാധാരണ ഒരു പാവപ്പെട്ട ഒരു അപ്രൈസർ എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജനങ്ങളെ കാണിക്കുക, എത്രയല്ലേ ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ PV അൻവർ ഈ കള്ളക്കടത്തുകാരുടെ ഏജന്റാണ് എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മുടെ സ്വർണ്ണമൊരുക്കി ഓടക്കുഴയിൽ ഊതിയിട്ട് നമ്മളെ ഉമിയൊക്കെ ഇട്ടിട്ട് സ്വർണ്ണം ഒരുക്കുന്നതിന്റെ ഏർപ്പാടുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയാറില്ല. അതാണ് തട്ടാമ്പണി എന്ന് പറയുന്നത്. ഇപ്പൊ മറ്റേ സാധനമൊക്കെ ആയി കറണ്ടിന്റെ. ആ പണി ചെയ്തവന്റെ സൗദമാണിത്. ഇതുപോലെ മറ്റൊരു സൗദ അപ്പുറത്തുണ്ടാക്കണം. നൗഷാദ് ഇപ്പോ പോലീസ് ഇയാൾക്കാണോ ഒരുക്കാൻ വേണ്ടി കൊടുക്കുന്നത്? കസ്റ്റംസിന് കൈമാറേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? അല്ല, അത് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എന്താണ്? നിങ്ങൾ ഈ നാട്ടുകാരും ഈ പത്രക്കാരൊക്കെ അല്ലേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എങ്ങനെയാ ഒരുക്കുന്നത്, എന്താ ഒരുക്കുന്നത് പറഞ്ഞല്ലേ. നിങ്ങൾ അന്വേഷിക്കേ. കൊണ്ടോട്ടി അങ്ങി ഇയാൾക്ക് മാത്രമല്ല, കൊണ്ടോട്ടി അങ്ങാടി കുറെ സേട്ടുമാരുണ്ട് സ്വർണ്ണം ഒരുക്കുന്നത്. അവരെത്ര സ്വർണ്ണം ഇറക്കിയിരുന്നത് പോയി നോട്ടെ. ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ, ഒരു തട്ടാന്റെ അടുത്തൊന്നുമല്ല. ഇയാൾ ഔദ്യോഗിക തട്ടാനാണ്, അപ്രൈസറാണ്. അനൌദ്യോഗികമായിട്ട് എത്ര തട്ടാന്മാര് ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള സ്വർണം ഉരുക്കി വിൽക്കുന്നവർ ഈ കൊണ്ടോട്ടി അങ്ങാടിയിലുണ്ട്. അവിടെയൊക്കെ ഉണ്ട് ഈ സ്വർണം. ഇത് അന്വേഷിക്കാൻ പിന്നെ എന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമുണ്ടോ? ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ, നിങ്ങൾ അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്നോട് വ്യവസ്ഥ ഇല്ല എന്നുള്ള ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഒരു വ്യവസ്ഥയില്ല, ഒരു നിയമവും ഇല്ല, ഒരു കേസും അന്വേഷിക്കില്ല. അടിസ്ഥാനരഹിതമായ ആരോപണത്തിന് ബാക്കി പത്രമാണിത്. പാവപ്പെട്ട തട്ടാനെന്ന് പറഞ്ഞാൽ തട്ടാന്റെ വീടാണിത്. നാട്ടുകാർ ഇവിടെ ഉണ്ടല്ലോ. ഒരുപാട് വർഷത്തെ ബന്ധമൊന്നുമില്ല, ഈ സുജിത് ദാസ് വന്നതിന് ശേഷമുള്ള ബന്ധമാണ്. ഈ ദുബായിൽ ഒരു ആരോപണം പറഞ്ഞല്ലോ, ദുബായിൽ എന്താണ് ADGP? ദുബായിക്ക് നിങ്ങളെ കൊണ്ടുപോകണതിന് അല്ല, എന്താണ് ആരോപണം? നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫ്രീ ട്രിപ്പ് ഉണ്ടാവും ദുബായിക്ക്. കാരണം അവിടുത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലെ കെട്ടിട സൗധങ്ങള് അത് 2-3 ദിവസം കൊണ്ട് വിവരം കിട്ടും. 3-4 ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ മകനാണ്, ഈ തൊട്ടാന്റെ മകനാണ് കൈകാര്യം ചെയ്യുന്നത്. ഫോണൊന്നും എടുക്കുന്നില്ല, നമ്മളത് തപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി എങ്ങോട്ടാ MLA പോകുന്നു? ഇനിയിപ്പോ മറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്, മെയിൻ സാധനം കാണിച്ചിട്ടുണ്ട്. മെയിൻ സാധനങ്ങൾ വേറെ കിടക്കുകയാണ്. അത് ഒന്നിടം നോക്കാം നമുക്ക്. വളരെ ചെറിയ കടയിൽ ഊതിയിട്ട് എന്താ പറയാ, ആ ചട്ടിയിൽ ഊതി സ്വർണം ഒരുക്കി ഉണ്ടാക്കിയിരുന്ന ആ പാവപ്പെട്ട തട്ടാന്റെ 2-3 കൊല്ലത്തെ ചെറിയ സമ്പാദ്യം. ഇതാണ് നീതിപൂർവമായ അന്വേഷണം, മനസ്സിലായില്ലേ? അപ്പൊ ജനങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. പോലീസ് ഒരു ഭാഗം പുള്ളിക്കും കൊടുക്കുന്നു എന്നുള്ളതാണോ? അല്ല, പുള്ളിയല്ലത് ഒരിക്കൽ കഷ്ടപ്പെട്ടി കൊടുക്കുന്നത്. നമ്മൾ ഇറച്ചി വെട്ടുകാരില്ലേ, ഇറച്ചി വെട്ടുകാരെ നല്ല പരിചയമുള്ള വെട്ടുകാരാണെങ്കിൽ നല്ല ഇറച്ചി മാറ്റി കൊടുക്കും. നമുക്ക് എന്ന് പറഞ്ഞതുപോലെ സ്വർണത്തിന്റെ മുക്കാഭാഗം ഒരുക്കി പഴയ ഷേപ്പില്, കാരണം ഈ സ്വർണം വന്നത് പലതും പല ഷേപ്പിലാണ്, ആ അതേ ഷേപ്പിലാക്കി കൊടുക്കും. ആവശ്യത്തിന് സാധനം ഇന്ന് വെട്ടിയെടുത്തിട്ട്. അപ്പൊ ഫോട്ടോ നോക്കിയാൽ ഒരേപോലെ ആയിരിക്കും. അതിവിദഗ്ധമായി അത് കൈകാര്യം ചെയ്യാൻ വളരെ പ്രാവീണ്യം നേടിയിട്ടുള്ള തട്ടാനാണ് ഈ തട്ടാൻ, പാവപ്പെട്ട തട്ടാൻ. ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ആ മതിലൊക്കെ ഒന്ന് കയറി നോക്കി എത്ര വണ്ടി അതിന് മുറ്റത്തുണ്ടോ നോക്കൂ നിങ്ങൾ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഇനിയിപ്പോ മഞ്ചേരി റോട്ടിലും കൂടി കാണുവാണെങ്കിൽ കാണണോ? നിങ്ങളെ ഇഷ്ടമാണ്. അങ്ങനെ പോയി നോക്കി, അതിന് വേറെ ഫ്രീ അല്ല, ചായ വാങ്ങി തരാം അവിടെ. ഒരു ചായ മാത്രമല്ല, ചായ നെയ്യപ്പോ.
പുള്ളി പുള്ളി ദുബായിലായിരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടോ പുള്ളി? ഓൻ ഒരു വരുമാനം ഉണ്ടായിരുന്നു, ഇപ്പൊ പല വരുമാനമുണ്ട്. നിങ്ങൾ ഈ നാട്ടുകാരോട് അന്വേഷിക്കുന്നത്, നിങ്ങൾ ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ടല്ലോ, ഇതൊന്നും നിങ്ങളും അന്വേഷിക്കുന്നില്ല. ഞാൻ തന്നെ അതെല്ലാം അന്വേഷിച്ച് എന്താ പറയുക ക്യാപ്സ്യൂളാക്കി തരണം. ഒരു പണി ഉണ്ടായിരുന്നില്ല. ഒരു സാധാ ഒരു ഗ്രാമീണനായ ഒരു തട്ടാന് ഈ സ്ഥിതിയിലായി. അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.